നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്താകെ തീരദേശ മേഖലകളിൽ ആശങ്ക പടരുന്നു. കള്ളക്കടൽ പ്രതിഭാസം ഭയപ്പെടുത്തുമ്പോൾ തീരദേശവാസികൾ പ്രതിരോധത്തിൽ. തിരമാലകൾ വീടുകളിലേക്ക് അതിശക്തമായി അടിച്ചു കയറുന്നു. വീടുകൾ മുങ്ങുന്ന സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. പലയിടത്തു നിന്നും ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ജീവനും ജീവിതവും കയ്യിൽ പിടിച്ച് വീണ്ടും ഓട്ടം. ഇനി എത്ര നാൾ ക്യാമ്പുകളിൽ എന്ന ആശങ്കയാണ് ഈ മനുഷ്യരിൽ ഉള്ളത്. ഇനി മഴക്കാലം വരുന്നതോടുകൂടി വീണ്ടും കടൽ ഭയപ്പെടുത്തും. മഴ ഉറഞ്ഞു തുള്ളുമ്പോൾ വീണ്ടും കയ്യിൽ കിട്ടിയതും പെറുക്കിക്കൂട്ടി ക്യാമ്പുകളിലേക്ക്. അങ്ങനെ പകുതി ജീവിതം ക്യാമ്പുകളിലും പകുതി ജീവിതം സ്വന്തം വീടുകളിലും കഴിച്ചു കൂട്ടേണ്ടി വരുന്നവർ. എന്നാൽ പലരും വീടുകളിൽ നിന്ന് മാറാൻ തയ്യാറാകുന്നില്ല. എന്തു വന്നാലും ഇവിടെ കിടന്ന് തീരട്ടെ എന്ന്. കള്ളക്കടൽ പ്രതിഭാസം ഭയപ്പെടുത്തുമ്പോൾ ഉദ്യോഗസ്ഥർ പാടുപെടുന്നത് പലരെയും ഇവരുടെ വീടുകളിൽ നിന്നും മാറ്റാനാണ്. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ വലിയ തിരമാലകൾ വീടുകളിലേക്ക് അടിച്ചു കയറി വൻ നാശനഷ്ടം ഉണ്ടാക്കുകയാണ്. രാത്രിയിലാണെങ്കിൽ ഇതെപ്പോൾ ഉണ്ടാകുമെന്ന് പോലും ഭയപ്പെടുത്തുന്ന അവസ്ഥ. ഒന്നുറങ്ങാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ് തീരദേശ മേഖലയിൽ താമസിക്കുന്നവർക്ക് ഉണ്ടായിരിക്കുന്നത്. രാത്രിയിലാണെങ്കിൽ പിഞ്ചു കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ കയ്യിലെടുത്ത് ഓടേണ്ടി വരും. അപ്പോഴും എന്തൊക്കെ സാധനങ്ങൾ കയ്യിലെടുത്ത് ഓടണമെന്ന ആശങ്കയാണ് ഇവർക്കുള്ളത്. വീടുകൾ കൺമുന്നിൽ തകർന്നു വീഴുന്നത് ഇവരുടെ ഉള്ളുലയ്ക്കുന്നുണ്ട്. വീണ്ടും ഒന്നേയെന്ന് കെട്ടിപ്പടുക്കണമെന്ന് കരയുന്നു. പൊടുന്നനെ ഉണ്ടായ കള്ളക്കടൽ പ്രതിഭാസം വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യാമ്പുകൾ തുറക്കാനും സജ്ജീകരണങ്ങൾ ഒരുക്കാനും ഉദ്യോഗസ്ഥർ നാലുപാടും ഓട്ടം തുടങ്ങിയിട്ടുണ്ട്. അതീവ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര നിർദ്ദേശം വന്നിരിക്കുകയാണ്. തീരദേശ മേഖലകളിൽ കടലാക്രമണം രൂക്ഷമാണ്. തലസ്ഥാനത്ത് കൂറ്റൻ തിരമാലകൾ ഭയപ്പെടുത്തുന്നു. തിരുവനന്തപുരം, അഞ്ചുതെങ്ങ്, വിഴിഞ്ഞം, പൂന്തുറ മേഖലകളിൽ വീടുകളിലേക്ക് അതിശക്തമായി തിരമാല അടിച്ചു കയറുന്നത്. പുലർച്ചയോടെയാണ് കള്ളക്കടൽ പ്രതിഭാസം കേരളത്തിലെ പല തീരങ്ങളിലും ഉണ്ടായി തുടങ്ങിയത്. വരും സമയങ്ങളിൽ ശക്തമായ തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധന വള്ളങ്ങൾ തീരത്ത് നിന്ന് മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് തൊഴിലാളികൾ. ജില്ലയിലെ പല ഭാഗങ്ങളിലും കൺട്രോൾ റൂമുകൾ സജ്ജമാക്കിയിരിക്കുകയാണ്. മുതലപ്പൊഴിയിലും അഞ്ചുതെങ്ങിലും തിരമാല ശക്തമായതോടെ വീടുകളിലേക്ക് വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. പല വീടുകളും മുങ്ങി. കഴിഞ്ഞ ദിവസം രാത്രി തന്നെ പല വീടുകളിൽ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. മിക്ക വീടുകളിലെയും കട്ടിലുകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും വെള്ളത്തിൽ മുങ്ങി വലിയ നാശങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ശക്തമായ തിരമാല ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പുള്ളതിനാൽ പലരും ജാഗ്രത പാലിച്ചതിനാൽ വലിയ അപകടം ഒഴിവായിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ താലൂക്കിന്റെ തീരപ്രദേശങ്ങളിലും കള്ളക്കടൽ പ്രതിഭാസം റിപ്പോർട്ട് ചെയ്തിരുന്നു. എറിയാട് പഞ്ചായത്തിലെ ചന്തക്കടപ്പുറം, എടവിലങ്ങ് പഞ്ചായത്തിലെ കാര അറപ്പക്കടവ്, പുതിയ റോഡ്, പെരിഞ്ഞനം സമിതി ബീച്ച് എന്നിവിടങ്ങളിലാണ് കടൽ കരയിലേക്ക് കയറിയത്. കഴിഞ്ഞ ദിവസം രാത്രി 7:30യോടെയാണ് കള്ളക്കടൽ പ്രകടമായി തുടങ്ങിയത്. മുന്നറിയിപ്പിനെ തുടർന്ന് മത്സ്യബന്ധന ഉപകരണങ്ങളും വള്ളങ്ങളും സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിയിരുന്നു. എറണാകുളം ജില്ലയിലും ആലപ്പുഴ ജില്ലയിലും കള്ളക്കടൽ പ്രതിഭാസം റിപ്പോർട്ട് ചെയ്തിരുന്നു. കള്ളക്കടൽ മുന്നറിയിപ്പിനെ തുടർന്ന് കേരള തീരത്ത് ഓറഞ്ച് അലർട്ട് തുടരുകയാണ്. ഇന്ന് അർദ്ധരാത്രി വരെ ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി ഗവേഷണ പഠന കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ട്. മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ പൊതുജനം കർശനമായി പാലിക്കണമെന്ന് നിർദ്ദേശം വന്നിരിക്കുകയാണ്. ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളാണ് ഇതിനെ നേരിടാനായി സംസ്ഥാനത്ത് സജ്ജമാക്കിയിരിക്കുന്നത്. കൺട്രോൾ റൂമുകൾ സദാ ജാഗരൂകമാണ്. എപ്പോൾ എന്താവശ്യമുണ്ടെങ്കിലും ഉടൻ തന്നെ വിളിച്ചറിയിക്കുക. ഒരു അപകടം ഉണ്ടാകാൻ കാത്തിരിക്കരുത്. നിർദ്ദേശങ്ങൾ അതുപോലെ തന്നെ ജനങ്ങൾ പാലിക്കണം. കുഞ്ഞുങ്ങളെയും പ്രായമായവരെയും ഒക്കെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റണം.